ഇപ്പോൾ ഞങ്ങൾ ആര്യങ്കാവ് കടന്ന് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള കോട്ടവാസലും കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു അതിർത്തി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമുക്ക് അവരുണ്ടായിരുന്ന ഒരു ചിത്രമുണ്ട്, കുറേ ചെക്ക് പോസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള കുറേ ഒരു ചിത്രമുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഈ കാഴ്ചകളിപ്പോൾ. എതിർവശത്തായിട്ട് ഒന്ന് രണ്ട് കടകളുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റം കയറി വന്ന കുറച്ച് ലോറികളുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ചെറിയൊരു ഇറക്കമാണ്. ഇറക്കം എന്ന് വെച്ചാൽ അത്ര ചെറുതൊന്നുമല്ല. അതിൻ്റെ കുറച്ചങ്ങോട്ട് താഴ്ത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതങ്ങ് താഴത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും തേക്ക് കൂപ്പിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ റബ്ബറിൻ്റെ ഒരു കാഴ്ചകൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ താഴത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും. തമിഴ്നാട്ടിൽ ആകെയുള്ള റബ്ബറിൻ്റെ കാഴ്ചകളിൽ നിന്ന് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ. ഇടതുവശത്ത് റിസർവ് വനമാണ്. താഴെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ നമുക്ക് സുലഭമായിട്ട് കാണാം. ഈ ഒരു കാഴ്ചയ്ക്കാണ് ഞാൻ ഈ വഴി പോരുമ്പോൾ ഏറ്റവും കാത്തിരിക്കുന്നത്. 2 ഹെയർപിൻ വളവുകളുടെ കാഴ്ചയാണത്. ഈ ഒരു മലമ്പാതയുടെ ഏറ്റവും താഴെയായിട്ട് എസ് വളവിലുള്ള ഒരു റോഡിൻ്റെ 2 ഹെയർപിന്നുകളുടെ കാഴ്ച വളരെ മനോഹരമാണ്. ഒരു പ്രത്യേക രീതിയിലാണത്. ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും തൊട്ട് മുകളിൽ ആ കൊല്ലം ചെങ്കോട്ട പാതയുടെ റെയിൽവേ പാതയുടെ ഒരു മേൽപ്പാലം കടന്നു പോകുന്നുണ്ട്. അതല്ല, അവിടെ നിന്ന് ഒരു KSRTC ബസ് വരുന്നുണ്ട്. മിക്കവാറും തിരുനെൽവേലിയിൽ അല്ലെങ്കിൽ തെങ്കാശിയിൽ ഇന്നലെ രാത്രി സ്റ്റേ കഴിഞ്ഞ് വരുന്ന ബസ്സുകളായിരിക്കും അത്. അതേപോലെ നിറയെ ആൽമരങ്ങളുടെ ഒരു കാഴ്ച, പ്രത്യേകിച്ചും അതിൻ്റെ ആ വേരുകൾ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. നമ്മൾ കൂടുതൽ തമിഴ്നാട്ടിലെ ഭാഗങ്ങളിലേക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും കൃഷിഭൂമികളുടെ കാഴ്ചകളാണ്. ഏറ്റവും സുലഭമായിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ കാഴ്ചകൾ വളരെ ഒരു പ്രത്യേകതയുള്ളതാണ് ഈ പ്രദേശത്ത്. എനിക്ക് തോന്നുന്നു ചെങ്കോട്ടയിലോ മറ്റോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സിമൻറ്റ് ഗോഡൗണോ മറ്റോ ഉണ്ട്. അവിടെ നിന്ന് സിമൻറ്റ് കയറ്റി വരുന്ന ലോറികൾ പ്രത്യേകിച്ചും ശനിയാഴ്ച ആയതുകൊണ്ട് വളരെ അധികം ആയിട്ട് കടന്നു വരുന്ന ഒരു റോഡും കൂടിയാണിത്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കൂടുതലായിട്ട് കാണുന്നത് നെൽവയലുകളുടെ കാഴ്ചകൾ തന്നെയാണ്. കൂടുതൽ ഉൾഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ബസ് ഇതുവരെ ചായ കുടിക്കാൻ നിർത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഒരു പക്ഷേ തെങ്കാശിയിലെത്തുമ്പോൾ ആയിരിക്കും ഇവരുടെ കാലത്തെ ഭക്ഷണം എനിക്ക് തോന്നുന്നു. വലതുവശത്തായിട്ട് നെൽപ്പാടങ്ങളുടെ കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ബസ് ഇപ്പോൾ പുലിയറയെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നെൽവയലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബസ് ഇവിടെ ചായ കുടിക്കാനായിട്ട് ഈ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നതാണ്. വളരെ നല്ല ഭക്ഷണമാണ് ഈ ഹോട്ടലിലെ. എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും പുറപ്പെടുകയാണ്. ഇവിടുന്ന് ഏകദേശം 10-25 കിലോമീറ്ററാണ് ഇനി തെങ്കാശിയിലേക്കുള്ളത്. തെങ്കാശി എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ടൗണാണ് ചെങ്കോട്ട. പക്ഷേ പണ്ട് കാലത്തൊക്കെ ചെങ്കോട്ട എന്ന് വളരെ വ്യാപകമായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ്. പ്രത്യേകിച്ചും ഈ കൊല്ലം ചെങ്കോട്ട റോഡിൻ്റെ ഒരു പ്രാധാന്യം ആയിരിക്കും ഈ ചെങ്കോട്ട എന്നുള്ള പേരിനും ഒരു പ്രാധാന്യം വരാൻ കാരണം എന്നെനിക്ക് തോന്നുന്നു. പോകുന്ന വഴിക്ക് എങ്ങും നല്ല കാഴ്ചകൾ ആണ്, നെൽവയലുകളുടെ കാഴ്ചകളാണ്. അതുപോലെ അങ്ങ് അകലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സഹ്യപർവ്വത സാനുക്കളുടെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവയെല്ലാം കണ്ടും ആസ്വദിച്ചും
ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രാ ബസ്സുകളുടെയൊക്കെ കാഴ്ചകൾ കണ്ട് തമിഴ്നാട്ടിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കേരളത്തിലൂടെ കടന്നു പോകുന്നപ്പോൾ ഒരു നല്ല തിരക്കായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ വീണ്ടും കണ്ടില്ലേ, എത്ര ഏക്കർ കണക്കിന് നെൽവയലുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഈ തെങ്കാശിയിൽ തിരുമല കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. പല സിനിമകൾക്കും ആ അമ്പലം ഷൂട്ടിങ്ങിനും ആ അമ്പലം വേദിയായിട്ടുണ്ട്. വീണ്ടും വണ്ടി നല്ല സ്പീഡ് എടുത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 10 കാലമുള്ളതായിരിക്കുന്നു. ഈ വണ്ടി 11 മണിക്ക് തിരിച്ചു പോരേണ്ടതാണ് എന്ന് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഈ കാണുന്ന ജലശേഖരണികളാണ് ശരിക്കും തടാകം പോലെ. ഇവർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മഴയുള്ള സമയത്ത് ശേഖരിച്ച് വയ്ക്കുന്ന ശരിക്കും തടാകങ്ങൾ, ജലസംഭരണികളാണ്. ഇങ്ങനെ മഴ കൂടുതലുള്ള സമയത്ത് അതിൽ ധാരാളമായിട്ട് ജലം സംഭരിച്ച് വയ്ക്കും. ആവശ്യം വരുമ്പോൾ അവർ മോട്ടർ വെച്ച് ആവശ്യമുള്ള വയലേലകളിലേക്ക് അത് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 വശത്തും നെൽപ്പാടങ്ങളാണ് ഈ പ്രദേശത്ത് അധികവും. അതുകൊണ്ട് തന്നെ പല തമിഴ് സിനിമകളുടെയും സെറ്റും ഷൂട്ടിങ്, ഗാനചിത്രീകരണങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ചെങ്കോട്ടയിൽ നിന്ന് പുനലൂർക്ക് മിക്കവാറും ഒരു 15 മിനിറ്റ് അരമണിക്കൂർ ഗ്യാപ്പിൽ നമ്മുടെ KSRTCയുടെ ബസ്സുകൾ തന്നെ ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. തമിഴ്നാട് ബസ്സുകൾ അധികം കാര്യമായിട്ട് കേരളത്തിലേക്ക് കയറി വരുന്നത് ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ കാണുന്നില്ല. അവരുടെ എക്സ്പ്രസ് ബസ്സുകൾ മാത്രമാണ് അധികവും, ലോങ് സർവീസ് ബസ്സുകളാണ് അധികവും കയറി വരുന്നത്. തെങ്കാശിക്ക് ബോർഡ് വെച്ചുള്ളതുകൊണ്ട് അധികം തിരുനെൽവേലി ബസ്സുകളൊക്കെയാണ് തമിഴ്നാടിൻ്റെ ഈ പ്രദേശത്തേക്ക് കാണുന്നത്. അങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ ചെങ്കോട്ടയിലേക്ക് എത്തുകയാണ്. എത്തുമ്പോൾ തന്നെ ഒരു പ്രതിമ, അത് എനിക്കറിയില്ല കൃത്യമായിട്ട് ആരുടെയാണ്, ആണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഈ കാണുന്ന ഇത്രയൊക്കെ ഉള്ളൂ ഈ തെങ്കാശി എന്ന് പറയുന്ന ഒരു വിധത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ടൗൺ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലേക്ക് കൂടുതലായിട്ട് ടൗൺ ഭാഗങ്ങളുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പലപ്പോഴും ഇതുവഴി ബസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനമോ കടന്നു പോകുമ്പോൾ ഈ ഒരു കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ചെങ്കോട്ടയുടേതായിട്ട് കാണുന്നത്. അതും കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് പാസ് ചെയ്യുന്ന ഒരു, അത്രയും തിരക്ക് കൂടി വന്നാൽ 1.5-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഏതായാലും ആ കാഴ്ചകളും ചെങ്കോട്ടയിലെ കാഴ്ചകളും പയ്യെ പിറകിലേക്കാവുകയാണ്. ഇവിടെ മുതൽ 4 വരിയായിരിക്കുകയാണ് റോഡ്. ഇതാണ് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത. ഒരുവിധം ഒരു വലിയ ടൗണിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിന് ഒരു 5-8 കിലോമീറ്റർ മുമ്പ് മിക്കവാറും റോഡ് ഒക്കെ ഡബിൾ ലൈൻ ആവുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും സാധാരണ സിംഗിൾ ലൈൻ തന്നെയാണ്. ഞാൻ ഇനി ഒരു 3-4 കിലോമീറ്ററാണ്, മാക്സിമം 6 കിലോമീറ്റർ ആണ് തെങ്കാശിയിലേക്കുള്ളത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ തെങ്കാശിയിൽ നിന്നുള്ളതാണ്.